ഹായ് ഹലോ. ഞാനിന്നൊരു സാധനം ഓർഡർ ചെയ്ത് മേടിച്ചതാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ നല്ല കുറേ വീഡിയോസും കുറേ നല്ല റിവ്യൂ ഒക്കെ കണ്ട് ഞാൻ മേടിച്ചാണ്. ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല. സംഭവം വേറൊന്നുമല്ല, ബിട്രോണിക്സ് എന്നങ്ങാണ്ടാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡബിൾ ചിന്ന് പോകാൻ വേണ്ടിയിട്ട് മസാജ് ചെയ്യുന്ന സാധനമാണിത്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് കുറേ പേര് ഇതിനകത്ത് കുറേ പോസിറ്റീവ് റിവ്യൂ കൊടുത്തതുകൊണ്ട് ഞാൻ എന്നാൽ ശരി വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്ത്. അങ്ങനെ ഇന്നിപ്പോൾ സാധനം വന്നു. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്നോ ഇതെന്താണെന്നോ ഏതാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ കുറേ പേര് എന്നോട് ഇങ്ങനെ ചോദിച്ചു, ബീനയ്ക്ക് തൈറോയിഡ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു. ആക്ച്വലി എനിക്കാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഡബിൾ ചിഹ്നമുണ്ട്. അതെന്തൊക്കെ ചെയ്തിട്ട് അത് പോകുന്നേയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ശരി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഇതിൻ്റെ റിവ്യൂ കൊള്ളാമോ ഇല്ലയോ എന്നുള്ള ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാർക്ക് റിസൾട്ട് മനസ്സിലാവുമല്ലോ. എൻ്റെ ഈ കഴുത്തിന് ഇവിടെ ഉള്ള ഇത് കുറേ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മേടിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ വാങ്ങണ്ട. ആദ്യം ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ. എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് വാങ്ങുന്ന സംഭവമാണ്. അപ്പോൾ ഞാനിത് വന്നിട്ടത് ഓപ്പൺ ചെയ്തതേ ഇല്ല. ഞാൻ വിചാരിച്ച എൻ്റെ കൂട്ടുകാർ മുന്നിൽ വെച്ചത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓപ്പൺ ചെയ്തില്ല. ഭയങ്കര പാക്കിങ്ങാണ്, ഡബിൾ പാക്കിംഗ് ഒക്കെയാണ്. ആദ്യം ഒരു ബോക്സ് പാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വേറൊരെണ്ണം. എന്തൊരു പാടുപെട്ടാണ് എടുക്കുന്നതല്ലേ ഈ സംഭവം. എൻ്റെ കൂട്ടുകാർ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതാണ്. നമ്മുടെ കുറച്ച് സീരിയൽ ആക്ട്രസ്സുകളും അവരൊക്കെ ഇതിനെ പറ്റിയിട്ട് കുറേ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് കുറച്ച് റിവ്യൂ പറയുകയും ഇതിനെക്കുറിച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിയത്. പാക്കിംഗ് ഒക്കെ ഭയങ്കരമാണ് ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെൽഫ് സീലിംഗ് കവർ, ഭയങ്കര അലൂമിനിയം കവർ പോലത്തെ കവർ കേട്ടോ. അപ്പം ഇങ്ങനെ സീൽ ചെയ്തിട്ട് സെൽഫ് സീലിംഗ് കവറിനകത്ത് ഭയങ്കര ഇതായിട്ടൊക്കെ ആയിട്ട് ഭയങ്കര നല്ല പാക്കിങ് കേട്ടോ. അയ്യോ ഞാനതങ്ങനെ നോക്കി. പറഞ്ഞാൽ 3 in 1 എന്നായിരുന്നു അവർ മെസ്സേജ് അയച്ചിരുന്നത്. അത് ഞാൻ നോക്കിയത്. ഇതെങ്ങനെ 3 in 1 എന്ന്, ഇതിനിപ്പോൾ എങ്ങനെയാണ് ഊരുന്നത്, എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല. അപ്പം ആൾറെഡി ബാറ്ററി ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പം ബാറ്ററി ഉള്ളത് കൊണ്ട് ഇതിനകത്തിപ്പം ബാറ്ററിയുടെ ആവശ്യമില്ല. ഓക്കെ, അത് നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ഓരോ ഇത് നമുക്ക് ഇങ്ങനെ തിരിക്കുമ്പോൾ വൈബ്രേറ്റ് ആവും ഇത് കേട്ടോ. കൂട്ടുകാർക്ക് കാണുമെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അത് ഇവിടെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഓണ് ഓഫ് എങ്ങനെയാണെന്നുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിന് എങ്ങനെ ഊരുന്നതെന്നുള്ളത് നോക്കട്ടെ. വേറെ 2 ഇതുകൂടെ തന്നിട്ടുണ്ട്. അതാണ്ട് 1, 2. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നിൽ മുഖത്ത് എന്തെങ്കിലും സെറം എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യുക. ഞാനിപ്പം ഇതിൻ്റെ കൂടെ സെറം ഉണ്ടായിരുന്നു, ഞാനത് വാങ്ങിയില്ല. അതിന് ഏതാണ്ട് ഇതിൻ്റെ കൂടെ മേടിക്കുകയാണെങ്കിൽ 270 rupees ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ വില 499 rupees കേട്ടോ. അപ്പം ഇത് കഴിച്ചിട്ട് നേരത്തെ ഇതിന് ഭയങ്കര റേറ്റ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്താ പറയുക, റേറ്റ് 499 കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തത് അതെങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കണം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മുഖത്ത് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. കുറച്ചൊരു വിയർപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മുഖത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒരു ഡ്രോപ്പ് ചെയ്തേമിച്ചും ഇത് എങ്ങനെയാണ് നമുക്കൊന്ന് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഊരുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, അതാണ് ഞാൻ വായിച്ച് നോക്കിയത്. അപ്പോൾ ഇതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ ഞൂരിയെടുക്കുക. പിന്നെ അതുപോലെ ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്യുക, ഇങ്ങനെ തിരിക്കുക. നമ്മളിപ്പം ഈ അടപ്പൊക്കെ നമ്മൾ തുറക്കാനെ കൊണ്ട് പ്രസ് ചെയ്തിട്ട് തുറക്കത്തില്ല, അതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുക, ഇങ്ങനെ തുറന്നെടുക്കുക. ഓക്കെ, അതാ ഞാനൊന്ന് വായിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പുതുതായിട്ടൊക്കെ വാങ്ങിക്കുന്നവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയണമെന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാർക്ക് ഇത് പറഞ്ഞു തന്നെ. അത് കഴിഞ്ഞ് നമുക്കിത് ഇതിനകത്ത് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം അതുപോലെ തന്നെ പ്രസ് ചെയ്യുക, ഇങ്ങനെ തിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് 3 ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി മുഖം കഴിവില്ല, അതിന് മുന്നേ ഞാനിത് വായിച്ചുകൊണ്ടിരുന്നത് കേട്ടോ.
ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്തേ വെച്ച് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പിന്നെ യൂസ് ചെയ്യുന്നതും കൂടെ എൻ്റെ കൂട്ടുകാരെ കാണിക്കാം. അപ്പോൾ ഞാൻ മുഖം വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ച് ഡ്രൈ ആയിട്ട് വന്നു. എന്നിട്ട് ഇത് ഞാനിപ്പം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അവരതിനകത്ത് സെറം യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ഇപ്പം സെറം ഒന്നും യൂസ് ചെയ്യുന്നില്ല. എൻ്റെ അടുത്ത് ഇപ്പം വെളിച്ചെണ്ണയാണുള്ളത്. അതുകൊണ്ട് ഇപ്പം വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നു. എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് സെറം ഉണ്ടെങ്കിൽ സെറം യൂസ് ചെയ്തേ വെച്ചും മസാജ് ചെയ്താൽ മതി. അപ്പോൾ ഇവർ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 15 to 20 minutes ഡെയിലി ബേസിസിൽ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ ആദ്യം മുഖത്ത് ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്നിട്ട് കൈയൊന്ന് തുടച്ചാണ്. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡ്രൈ ഫീൽ ആവുകയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം. സെറം ഉണ്ടെന്നുണ്ടെങ്കിൽ സെറം യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഭാഗത്തിന് ഇതാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മളൊന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ മതി, താത്ത് പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി. എന്നിട്ട് ഇതിനെ ഒന്ന് ഇത് ചെയ്യുക. ഞാനൊന്ന് ഒരുപാട് സ്പീഡിൽ കൊടുക്കുന്നില്ല, ചെറുതായിട്ട് വൈബ്രേഷൻ കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഫേസ് ഡൗണിൽ നിന്ന് അപ്പിലോട്ടാണ് ഇത് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്തായാലും എന്തായാലും നമ്മുടെ ഫേസ് ഒരിക്കലും ഇങ്ങനെ താഴോട്ട് ചെയ്യാൻ പാടില്ല, മുകളിലോട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് സെയിം അതുപോലെ തന്നെ. ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. അവരിപ്പോൾ അത് 15 to 20 minutes ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒന്ന് ഇത് ചെയ്തേ കേട്ടോ. അപ്പം അത് ഈ ഭാഗത്തായിട്ട് ഇത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുത് വന്നിട്ട് നമ്മളുടെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ടും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് കണ്ടതാണ് കേട്ടോ. അത് പിന്നെ കുറേ വീഡിയോസ് ഞാൻ ഇതിനെപ്പറ്റി കണ്ടായിരുന്നു. അപ്പം ഞാനത് ശരിയെന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്തത്. ഇത് വന്നിട്ട് 3rd one. അപ്പം നമുക്കാണെങ്കിൽ മുഖത്ത് എന്തെങ്കിലും പിന്നെ ക്രീം യൂസ് ചെയ്തിട്ടായാലും ഉണ്ടല്ലോ, ഇത് ഇങ്ങനത്തെ ഇത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനല്ലേ, അപ്പോൾ ഇത് കണ്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടിങ്ങനെ മസാജ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഞാൻ ഫുള്ള് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ കൂട്ടുകാർ തന്നെ ഡയറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഞാൻ ഈ സാധനം മേടിച്ചത് എൻ്റെ കൂട്ടുകാരോട് ഒന്ന് ഷെയർ ചെയ്താണ് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ. ആക്ച്വലി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെ തുറക്കുന്ന അടയ്ക്കുന്നതെന്നൊന്നും ആരും കാണിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത് കണ്ടിട്ട് വായിച്ച് മനസ്സിലാക്കിയതാണ്. പക്ഷേ ഈ യൂസ് ചെയ്യുന്ന ഇത് മസാജ് ചെയ്യുന്നത് ഇത് 3 ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് കണ്ണിൻ്റെ അവിടും അതുപോലെ തന്നെ എന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റിയും ചെള്ളയും ഈ താടിയും പിന്നെ അതുപോലെ തന്നെ ഈ ലിപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ മാർക്ക് വരുന്നത് അതൊക്കെ റിമൂവ് ആവാനും ഒക്കെ ഈ വലുത് യൂസ് ചെയ്യുന്നവരുണ്ട്. ചിലവർ ഈ ചെറുത് യൂസ് ചെയ്യും. പിന്നെ ഇത് വന്നിട്ട് നമ്മളുടെ ഈ നമ്മുടെ 2 ചെള്ളയുടെ ഭാഗം ഉണ്ടല്ലോ, ഈ 2 ഭാഗത്ത് നമുക്ക് മസാജ് പിന്നെ അതുപോലെ നമ്മുടെ നെറ്റിക്കൊക്കെ മസാജ് ചെയ്യാനെ കൊണ്ട് ഇത് യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. ഒരാഴ്ച ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഈ സാധനം മേടിച്ചതൊന്ന് ഷെയർ ചെയ്താണ്. ഇപ്പോൾ കുറേ പേർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ ആക്ച്വലി എനിക്കിത് നന്നായിട്ടുള്ളത് കൊണ്ട് ഇത് യൂസ് ആവുമല്ലോ എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്ത് നോക്കിയെങ്കിലല്ലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് എൻ്റെ കൂട്ടുകാർ കണ്ട് മനസ്സിലാക്കിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ. ടേക്ക് കെയർ, ബൈ, സീ യു.